അടിക്കാഞ്ഞിട്ട്. എടാ ജോയി, ഞാൻ നിന്നെ തപ്പി തന്നെയാ വന്നേ. തപ്പി വരാൻ എന്നെ കുഴിച്ചിട്ടേക്കും. ഞാൻ ഈ വാർഡിലെ മെമ്പർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്. എന്തോ ഉത്തരവാദിത്വം? എന്താ ഉത്തരവാദിത്തം? നീ എന്താ ഇവിടെ കിടന്ന് അലമ്പുണ്ടാക്കുന്നത്? എന്റെ വീട്ടിൽ കിടന്ന് ഞാൻ മെമ്പർ വീട്ടിൽ. ഇന്നലെ രാത്രി നീയും നിന്റെ ഭാര്യയും തമ്മിൽ എന്തായിരുന്നു? എങ്ങനെ? എടാ ഇന്നലെ രാത്രി നീയും നിന്റെ ഭാര്യയും തമ്മിൽ എന്തായിരുന്നു? പഞ്ചായത്ത് മെമ്പറാ. ആ പഞ്ചായത്ത് മെമ്പറാ. ഒന്ന് ചോദിച്ചു കേട്ടോ, ഇന്നലെ രാത്രി ഞാനും എന്റെ ഭാര്യയും കൂടെ എന്നായിരുന്നു? നാണുണ്ടോ മെമ്പർക്ക് ഇങ്ങനെ ചോദിക്കാൻ? എടാ ഞാനതിന് വേറൊന്നും ചോദിച്ചില്ലല്ലോ. മെമ്പർ എന്താ ഉദ്ദേശിച്ചത്? നീ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഉദ്ദേശിച്ച പുറത്ത് പറയാൻ കൊള്ളത്തില്ല. അതാ നിന്റെ ഏറ്റവും വലിയ കുഴപ്പമില്ല. എന്താ കുഴപ്പം? നീ അവിടെ നിന്റെ ഭാര്യക്ക് എന്തൊരു സൗന്ദര്യമാണ് അവക്ക്. നീ അവിടെ മുഖത്തോട്ട് നോക്കിയിട്ടുണ്ടോ? നല്ല തെളിനീര് പോലല്ലോ അവൾ ഇരിക്കുന്ന, തെളിനീര് പോലെ. ആ തെളിനീരിറങ്ങി ഒന്ന് കുളിക്കണമെന്ന് മെമ്പർക്ക് ആഗ്രഹമുള്ള പോലെ. നിന്റെ സ്വഭാവം ഇതാ. എന്റെ സ്വഭാവം ഇതാ? നിന്റെ സ്വഭാവം ഇതാ. സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും നിനക്ക് അറിയത്തില്ല. എന്റെ സ്ത്രീ എന്ന് പറഞ്ഞ പെണ്ണ. എന്നാ പെണ്ണാണ് സ്ത്രീ. പെണ്ണാണല്ലേ സ്ത്രീ? പിന്നെ നിന്റെ ഭാര്യ കൊണ്ട് എവിടെ ഇറങ്ങി പോക്കെ? എങ്ങോട്ട് ഇറങ്ങി? ഐശ്വര്യം വന്നറിയോ അവളെ കണ്ടിട്ട് പോയ? എന്റെ ഭാര്യ ഇറങ്ങിപ്പോ ഐശ്വര്യം, ഭയങ്കര ഐശ്വര്യം. എന്റെ ഭാര്യ കണ്ടിട്ടേ കഴിഞ്ഞ ദിവസത്തിൽ തങ്കമണി ജോലിക്ക് പോയി. അവളുടെ തെങ്ങിന്റെ മൂട്ടിൽ നിന്ന് മീൻ വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കൊല തേങ്ങ അവിടെ തലേ വന്ന് വീണ്. തലച്ചോറൊക്കെ സ്പൂണിന് ഇങ്ങനെ നൂഡിൽസ് കോരുന്നല്ലോ കോരിയെടുത്ത്. ഐശ്വര്യ എന്തോ നിങ്ങൾ കുറ്റം പറയാതെ? നിങ്ങൾ കൈവെക്കാത്ത ഒറ്റ മേഖല ഉള്ളൂ ഇവിടെ. എന്താണെന്നറിയാം? എന്തോ മേഖല? എന്താ മേഖല? എന്തോ ഫയർഫോഴ്സ് മാത്രമേ ഇവിടെ പെണ്ണുങ്ങളില്ലാത്തത്. അത് ശരിയാ, ഇവന്മാർക്ക് തീ കത്തിക്കാനല്ലേ അറിയത്തുള്ളൂ, കെടുത്താൻ അറിയത്തില്ലല്ലോ. എടാ അതെല്ലാം പോട്ടെ, നമ്മൾ ഇവിടുത്തെ ഏറ്റവും ഡീസന്റ് മനുഷ്യനാരാ? ആരാ? അപ്പുറത്തെ ജിംറൂട്ട്. അവൻ ഡീസന്റ് ആയിക്കോട്ടെ. അവൻ നിന്നെ പട്ടിയെ പോലെ കഴിഞ്ഞ ദിവസം തല്ലിയോ? തല്ലി എന്നെ വഴിയിട്ട് നിങ്ങൾ ചോദിച്ചില്ല. നിങ്ങൾ ഇത്ര നേരം വന്നിട്ട് ഞാൻ അത് ചെയ്ത് ഇത് ചെയ്ത് എന്നെ പട്ടിയെ പോലെ വഴിയിലിട്ടവൻ തല്ലിയിട്ട് നിങ്ങൾ ചോദിച്ചു? അത് ചോദിക്കുക, അതിനല്ലേ ഇപ്പൊ ഞാൻ വന്നേ. ഇതൊരു പേര് അവനെ കൃത്യമായിട്ടൊരു സ്ഥലത്ത് കൊണ്ടാക്കിയാൻ അവൻ എന്നെ 18-ാം പൊക്കം വന്ന് തല്ലി. അറിയോ? വേറെ പണി നോക്കേ. നിനക്ക് അവൻ പിറ്റേ ദിവസം വന്ന് തല്ലുന്നില്ലടാ. മെമ്പറെ തെറ്റ് എന്റെ ഭാഗത്താണ്. ഞാൻ മെമ്പർക്കറിയാം, ഞാൻ ടാക്സി ഡ്രൈവറാണ്. ഞാനാണല്ലോ നിനക്ക് ജോലി മേടിച്ചത്. പണിയില്ലാത്ത സമയത്ത് ഞാനും ആ മനോജൂടെ അവിടെ നിന്ന് പൈൻറ്റ് വാങ്ങിച്ച് അടിച്ചിങ്ങനെ മൂത്ത് വന്നപ്പോൾ ജിമ്രൂട്ടം വന്ന് പറഞ്ഞ് എനിക്കും ഭാര്യ കൂടെ കോയമ്പത്തൂർ സെന്റർ വരെ പോകണം, ഒന്ന് കൊണ്ട് വിടണം. ഭാര്യ വീട് അവിടെയാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൊണ്ടുവിട്ടു. 18-ാം പൊക്കം വന്ന പന്നപ്പട്ടി സുപ്പിറ്റ് വരെ എന്നെ തല്ലി. തെറ്റുപറ്റി പോയി. ഞാൻ ആ മൂപ്പിന്റെ പുറത്ത് അവനെ കൊണ്ടുവിട്ടതേ കൊറോണ സെന്ററിലായിരുന്നു. അവർക്കെല്ലാം കൊറോണ പിടിച്ചു. പിന്നെ എങ്ങനെയാ പിറ്റേ ദിവസം വന്ന് തല്ലുന്നത്? അതാ 18-ാം പൊക്കം തല്ലി. എങ്ങോട്ടാ പോയി? ചാവക്കാടച്ച് വരെ പരമ്പരപ്പെട്ട മനുഷ്യനാണ്. ആരുടെ പരമ്പരപ്പെട്ടാലും പുള്ളിയുടെ അഭ്യാസം ഒന്നും എന്റെ അടുത്ത് നടക്കത്തില്ല. ഞാൻ ഇനിയും കുടിക്കും, എടുക്കും, അവളെ തല്ലും. നീ തല്ലിക്കോ. ആണ്ട വരുന്നുണ്ട്, അച്ഛൻ വരുന്നുണ്ട്. അയ്യോ ആ ജോയി, ഈശോ മിശിഹായ്ക്ക് ശ്രുതിയായിട്ടിരിക്കാൻ പോലും പറയാനറിയും. നീ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഇങ്ങോട്ട് വന്നു. നീയും നിന്റെ ഭാര്യയും തമ്മിൽ എന്തായിരുന്നു ഇന്നലെ? ഇവിടെ പകൽ എന്നാ നടക്കുന്ന ആർക്കും അറിയണ്ട. ആരെങ്കിലും ഭക്ഷണം കഴിച്ചോ, ചോറ് കഴിച്ചോ, പിള്ളേരെ സ്കൂളിൽ വിട്ട്, ഇതൊന്നും അറിയണ്ട. രാത്രി എന്നാ നടക്കുന്നത് മാത്രം അറിഞ്ഞാൽ മതി. എടാ അതല്ല ഞാൻ ചോദിച്ചത്. ഇന്നലെ നിന്റെ ഭാര്യയെ നീ എന്തിനാ തല്ലിയത്? ഇന്നലെ തല്ലിയത് അച്ഛന് കാരണമുണ്ട്. എന്ത് കാരണം? കുറച്ച് ദിവസങ്ങളായിട്ട് ഇവള് വെക്കുന്ന ആഹാരത്തിന് ഉപ്പില്ല, മണമില്ല, ഗുണമില്ല, രുചിയില്ല, ഇതൊന്നുമില്ല. ഒരു സംശയമില്ല, നിനക്ക് കൊറോണയാ. എനിക്ക് ഒരു കൊറോണ ഇല്ല. പരിസരത്തെ എല്ലാ വീടിന്റെയും പരിയമ്പുറത്ത് അടുക്കളവാക്കി ചെന്ന് ഞാൻ തന്നെ തിന്നാറുണ്ട്. എന്നാ ടേസ്റ്റാന്നറിയോ? ശാന്തയുടെ ഒക്കെ സാമ്പാർ കൂട്ടിട്ടുണ്ടോ? പിന്നെ എനിക്ക് അതിനല്ലേ നേരം. സൂപ്പർ സാമ്പാറാ. എടാ നീ ഇങ്ങനെ മദ്യം കഴിക്കരുത്. എടാ മദ്യം കഴിച്ച് മത്രമായി നടക്കരുത്. നീ ഇങ്ങനെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. എന്റെ അളിയന്റെ പേരുമായിട്ട് എന്നെ കൂട്ടി യോജിപ്പിക്കരുത്. ഒരിക്കലും ഞാൻ അവനോട് കൂട്ടുകയില്ല, ഒന്നുമില്ല. ഞാൻ വെള്ളം ഒഴിച്ചാലും കഞ്ചാവ് പിടിച്ചാലും ജോയി തന്നെയാണ്. എടാ ഈ മദ്യം എന്ന് പറഞ്ഞ സാധനം എന്നാ നിനക്കറിയാവോ? ഇവിടെ ആരും പറഞ്ഞ് ചിരിക്കാൻ. രാവിലെ മോല് വെള്ളം ഒഴിച്ചിട്ട് എന്നോടാണ് ചോദിക്കുന്നത് മദ്യം എന്നെ അറിയാവോന്ന്. അച്ഛനെ ഞാൻ പറഞ്ഞുതരാം. റമ്മ്, ബ്രാൻഡി, വിസ്കി, സ്കോച്ച്, കള്ള്, പട്ടച്ചാരം, പാറ്റിയ, ഇതൊക്കെയാണ് മദ്യം. ഇതൊന്നുമല്ല. പിന്നെ മദ്യം എന്ന് പറഞ്ഞാണല്ലോ സാത്താന്റെ മൂത്രവാ. എന്റെ ദൈവമേ, ഞാൻ എന്നാ കേൾക്കുന്നേ? അത്രയും സാത്താനെ പരിചയമുണ്ടോ? പരിചയമുണ്ട്. എന്റെ വീട്ടിലൊന്ന് പറഞ്ഞു വിടണം. എടാ സാത്താൻ ആരെങ്കിലും വീട്ടിൽ കൊണ്ട് നിർത്തുമോ എന്റെ ജോയിയെ? സാത്താനെ വീട്ടിൽ കൊണ്ടുവരുന്നതിന് എടാ സാത്താൻ നിന്റെ രക്തമെല്ലാം ഊറ്റി കുടിക്കുമെന്ന്. അച്ഛൻ ഒരു പാല് വിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സാത്താന്റെ രക്തം ഊറ്റി കുടിക്കുന്നു, ഞാൻ സാത്താന്റെ മൂത്രം ഊറ്റി കുടിക്കുന്നു. സാത്താന്റെ രക്തം ഊറ്റി കുടിക്കുന്നു, ഞാൻ സാത്താന്റെ മൂത്രം ഊറ്റി കുടിക്കുന്നു. എടാ സാത്താൻ നിന്റെ രക്തം ഊറ്റി കുടിച്ചാണല്ലോ ഈ അങ്കിൾ ബൺ പോലെ നീ ഇരിക്കും. നീ ഉണ്ടല്ലോ, നീ വെറും ആലുമൂടിനെ പോലെ ആകും. ആലുമൂട് അല്ലെങ്കിൽ ഇലിമൂട എനിക്ക് കുടിക്കണം. എന്റെ ജോയി, നിനക്കൊരു കാര്യം അറിയോ? ഞാനങ്ങ് ചാവക്കാട് മിനിസ്റ്റർ ആയിരുന്ന സമയത്ത്, അല്ലല്ല ചാവക്കാട് ഇടവകയിലെ അച്ഛനായിരുന്ന സമയത്ത് അവിടെ പല കുടിയന്മാരെയും കൂടി നിർത്തിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് സ്പെഷ്യൽ ഓർഡർ മേടിച്ച് വന്നത്. അതുകൊണ്ട് ഞാൻ കുടിക്കും. നിന്റെ കുടി ഇവിടെ നടക്കത്തില്ല ജോയിയെ. നിന്റെ നിന്റെ ഈ കുടിയുണ്ടല്ലോ, നിന്റെ കുടി ഞാൻ വേരോടെ പിഴുതെടുക്കാൻ പോവാ. കൃഷ്ണ തുളസിയാണല്ലോ രാമതുളസിയാണല്ലോ. ഇന്ന് പകൽക്കാലം ഇന്ന് നിന്റെ കുടി നിർത്തിയിട്ടില്ലെങ്കിൽ കർത്താവേ, കാനായിലെ കല്യാണത്തിന് വീഞ്ഞാക്കിയ ദൈവമേ, ഇവന്മാർക്കൊക്കെ ഇതൊരു പാഠമായിരിക്കട്ടെ. ഇവന്റെ കള്ളുകൂടി നിർത്തണമേ. അച്ചോ, അച്ചോ,
പിശാചേ. എപ്പോ വന്നു? ജോയ് മോനെ എടാ, എങ്ങനെയുണ്ട്? അച്ഛൻ എനിക്ക് എന്തോ സംഭവിച്ച പോലെ. ആ എടാ, ഇതൊക്കെ സംഭവിക്കും. ഇതൊക്കെ മാറ്റമുണ്ടാടാ. എനിക്ക് മദ്യപിക്കാൻ തോന്നുന്നില്ല ചോ. മദ്യപിക്കാൻ തോന്നത്തില്ല. മോളി, നീ ഇപ്പോൾ ജനിച്ചൊരു ശിശുവായി. മോളിയും എന്റെ ഭാര്യ മോളി. ആഹാ. അവൾക്ക് സന്തോഷമാക്കണം ഞാൻ എന്റെ ഇത് മാറിയതിന്. അച്ഛനാണ് അച്ഛൻ്റെ കണ്ണ് തുറപ്പിച്ചത്. കണ്ണു തുറപ്പിച്ചെന്നോ? നീ കവളക്കാളുടെ കുഞ്ഞോ? അച്ഛൻ എനിക്ക് ഒരുപാട് എടാ, സന്തോഷമായി. ജോയ് സത്യമാണ് നീ സത്യം, എനിക്ക് എന്തോ സംഭവിച്ചു. എനിക്ക് മദ്യപിക്കണം തോന്നുന്നില്ല ചോ. തോന്നത്തില്ല ജോയി, തോന്നത്തില്ല. ഭാര്യ ഇതറിഞ്ഞ അവൾക്ക് ഒരുപാട് സന്തോഷമായിരിക്കും. മെമ്പർക്ക് സന്തോഷമായി, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അച്ഛന് സന്തോഷമായി, എനിക്ക് സന്തോഷം. എനിക്ക് സന്തോഷമായി. അപ്പൊ ഞാൻ വെള്ളവടി നിർത്തി സന്തോഷത്തിൽ ആ. നമുക്കൊരു ഫുൾ എടുത്തടിച്ചാലോ? കർത്താവേ, ഇവനോട് പൊറുക്കണമേ.